നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ ആണ്. അജിനോമോട്ടോയോ ഫുഡ് കളറോ ഒന്നും ചേർക്കാതെ തന്നെ എങ്കിൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കൻ ആണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദമാവ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ച 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസില് ഉപ്പിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. നമുക്കിനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വിനിഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലൊരു കട്ടിയുള്ള ഒരു ബാറ്റർ ആയിട്ടായിരിക്കണം ഇത് വേണ്ടുന്നത്. അതുപോലെ തന്നെ ചിക്കനിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ബാറ്ററിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാവൂ. ചിക്കനെല്ലാം ഇതിലോട്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റു ചേരുവകളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ഒരു വലിയ ക്യാപ്സിക്കം ചെറിയ ചെറിയ ക്യൂബ്സുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കത്തിന്റെ ഉള്ളിലെ ഈ സീഡെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. മീഡിയം സൈസ് 1.5 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ക്യൂബ്സുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സവാള എതിളുകളായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 7 പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ഇതുപോലെ ചരിച്ചു വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഫൈനായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് സ്പ്രിംഗ് ഒണിയൻ ആണ്. ഇതിന്റെ വൈറ്റ് പോർഷനും ആ ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സ്പ്രിംഗ് ഒണിയന്റെ ഈ ഗ്രീൻ പാർട്ട് ഞാനിവിടെ 2 കൈപ്പിടിയാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ചില്ലി പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും 2 ടീസ്പൂൺ വിനെഗറും കൂടെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അരച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചില്ലി പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയത്. അരമണിക്കൂറിന് ശേഷം നമുക്കിനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത എണ്ണയിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ചിക്കൻ നല്ലതായിട്ട് കുക്ക് ആയിട്ടുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. കാരണം നമ്മള് ഈ ചിക്കൻ ഇനി സോസിലോട്ട് ഇട്ടതിന് ശേഷം അധികം വേവിക്കുന്നില്ല. അതുകൊണ്ട് ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 7 മുതൽ 10 മിനിറ്റ് വരെ നല്ലതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരാവുന്നതാണ്. ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.
ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കി എടുക്കണം. ഇതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ പാൻ തന്നെ എടുക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ആ ചിക്കൻ പൊരിച്ച എണ്ണ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ക്യാപ്സിക്കവും ഒക്കെ അടുത്ത് തന്നെ എടുത്ത് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫാസ്റ്റായിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഫൈനായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ആ സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പോർഷൻ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആ പച്ചമുളക് അരിഞ്ഞതും ക്യാപ്സിക്കവും സവാളയും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പ്രിംഗ് ഒണിയന്റെ ആ ഗ്രീൻ പോർഷൻ 1/4 ഭാഗത്തോളം ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. സവാളയും ക്യാപ്സിക്കവും ഒന്നും അധികം വേവിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആ ചില്ലി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിനി ആ വറുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആ ഗ്രേവി ചിക്കനിലെ എല്ലാ ഭാഗത്തോട്ടും വരത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കാനായിട്ട് ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാം. എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ കറി കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ചില്ലി ചിക്കൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.